ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയ്മോൻ സേവ്യർ. ഹൗ ആർ യു? ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആസിഫ് അലി, രമേശ് നാരായണൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോക്ക് ഓഫ് ദ ഡേയുമായിട്ടാണ്. ഇന്നത്തെ ടോക്ക് ഓഫ് ദ ഡേയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ ടോക്ക് ഓഫ് ദ ഡേ രമേശ് നാരായണൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളൊരു ചർച്ചയാണ്. ഈ ടോക്ക് ഓഫ് ദ ഡേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദയവായിട്ട് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്ന ഫ്രണ്ട്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ആസിഫ് അലി രമേശ് നാരായണൻ വിഷയത്തിൽ രമേശ് നാരായണൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ചർച്ചാ വിഷയം. സംഭവം മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പ്രശസ്ത സാഹിത്യകാരനും നോവലിസ്റ്റും കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ ശ്രീ എം ടി വാസുദേവൻ നായർ സാറിൻ്റെ 91-ാം ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ മനോരഥങ്ങൾ എന്ന 9 സിനിമകൾ ഉൾപ്പെടുന്ന ആന്തോളജിയുടെ മനോരഥങ്ങൾ എന്ന 9 സിനിമകൾ ഉൾപ്പെടുന്ന ആന്തോളജിയുടെ ഈ 9 സിനിമകളുടെ സംവിധായകരും താരങ്ങളും സംഗീത സംവിധായകരും ഒക്കെ അണിനിരക്കുന്ന വേദിയിൽ എല്ലാവർക്കും മൊമൻറ്റോ സമ്മാനിക്കുന്നുണ്ടായിരുന്നു. അതിൽ രമേശ് നാരായണന് മൊമൻറ്റോ നൽകാനായിട്ട് ക്ഷണിച്ചത് ശ്രീ ആസിഫ് അലിയെയാണ്. ആസിഫ് അലി എത്തി മൊമൻറ്റോ സംഘാടകരുടെ കയ്യിൽ നിന്ന് വാങ്ങി ശ്രീ രമേശ് നാരായണന് കൊടുക്കുകയും, പക്ഷേ രമേശ് നാരായണൻ ആസിഫ് അലിയുടെ നിന്ന് മൊമൻറ്റോ വാങ്ങിയിട്ട് എന്തോ അതൃപ്തി ഉള്ളതുപോലെ നിന്നിട്ട് സംവിധായകൻ ശ്രീ ജയരാജനെ വിളിച്ച് ആ മൊമൻറ്റോ അദ്ദേഹത്തിന് നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് കൈപ്പറ്റുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീ രമേശ് നാരായണനെ സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിയിങ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് കണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോകളും മറ്റും കാണുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ആ സംഘാടകരുടെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റമാണ് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുള്ളത്. ഈ രമേശ് നാരായണനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗീതജ്ഞനാണ്. രമേശ് നാരായണൻ മലയാള സിനിമയിൽ പ്രധാനമായും ഇന്ത്യൻ ക്ലാസിക്കൽ ഗായകനും സംഗീത സംവിധായകനും സംഗീത നിർമ്മാതാവുമാണ്. കർണാടക സംഗീതത്തിൽ പരിശീലനം നേടിയ രമേശ് നാരായണൻ പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ പണ്ഡിറ്റ് ജസ്രാജിൻ്റെ കീഴിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. കൂടാതെ ഹിന്ദി, മലയാളം, തമിഴ് ഭാഷകളിൽ ഡോക്യുമെൻ്ററികൾക്കും ചലച്ചിത്രങ്ങൾക്കും ഇന്ത്യൻ ടെലിവിഷൻ പ്രോഗ്രാമുകൾക്കും സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആലാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. 1996 ജ്ഞാനപീഠ അവാർഡ് ജേതാവായ നമ്മുടെ MT സാറിൻ്റെ ലോക് സേവാ സഞ്ചാർ പരിഷത്തിന് വേണ്ടി സംവിധാനം ചെയ്ത സൗർ മണ്ഡൽ മേം ടിം ടിം എന്ന ദേശീയ ഉദ്ഘാടന ഗാനം രമേശ് രചിച്ച് സംഗീതം നൽകി ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ രമേശ് നാരായണനെ MT സാറുമായിട്ട് നേരത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ വർക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. ദേശീയ ചലച്ചിത്ര അവാർഡ്, 4 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, 2 കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡുകൾ എന്നിവ നേടിയിട്ടുള്ള മ്യൂസീഷ്യനാണ് രമേശ് നാരായണൻ. പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ഇന്ത്യൻ സിനിമയുടെ 100 വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി 36 മണിക്കൂർ വോക്കൽ പാരായണം നടത്തിയാണ് രമേശ് നാരായണൻ ജനപ്രിയനായത്, ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ. ഈ പ്രകടനം അദ്ദേഹത്തിന് 24 മണിക്കൂർ രാഗചക്രം പൂർത്തിയാക്കിയതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന് 2013 ഒരു എൻട്രി നേടിക്കൊടുക്കുകയുണ്ടായിട്ടുണ്ട്.
2023 കേരള സർക്കാർ നൽകുന്ന 3ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കേരളശ്രീ അവാർഡ് നൽകി ശ്രീ രമേശ് നാരായണനെ ആദരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ശ്രീ രമേശ് നാരായണൻ. അപ്പോൾ അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ ഇത്രയും പ്രമുഖരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അതായത് മലയാള സിനിമയിലെ സംഗീത സംവിധായകരും പ്രതിഭാധനരായ നിരവധി ആളുകളുള്ള വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ ചടങ്ങിന് ഒരു ചാർട്ട് വ്യക്തമായിട്ടുണ്ടാവാത്തതിൻ്റെ കാരണമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു സംഘാടകർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. ഇതിനു മുമ്പ് ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഗായകനെ ഒരു കോളേജിൽ വിളിച്ചു വരുത്തി അപമാനിച്ചതുപോലെ വിടുകയുണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംഘാടകരാണ് അതിൻ്റെയും പ്രശ്നം, ആ പ്രോഗ്രാമിൻ്റെയും പ്രശ്നം. ഇവിടെയും സംഘാടകരുടെ പ്രശ്നമാണ്. കാരണം ഈ പ്രോഗ്രാമിൻ്റെ അവതാരകയായിരുന്നത് ജുവൽ മേരിയാണ്. നടിയും അവതാരകയുമായ ജുവൽ മേരിയായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ അവതാരകം. അവർക്ക് രമേശ് നാരായണൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വെയർബൗട്ട്സ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തിയുടെ പേര് രമേശ് നാരായണൻ എന്ന് പറഞ്ഞ സംഗീതജ്ഞനെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 1972 കാലം തൊട്ട് രമേശ് നാരായണൻ എന്ന് പറഞ്ഞ മ്യൂസീഷ്യൻ മലയാളം, തമിഴ്, ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇത്രയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് സുപരിചിതനാണ്. എത്രയോ സിനിമകൾ, മലയാള സിനിമകൾക്ക് സംഗീത സംവിധാനം നൽകിയിട്ടുണ്ട്. ഒരു കർണാട്ടിക് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ എന്ന നിലയ്ക്ക് കർണാട്ടിക് സംഗീതത്തിൽ പ്രാവീണ്യം നേടിയിട്ടാണ് അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് ജസ്രാജ് സിംഗിൻ്റെ കൂട്ടത്തിൽ പോയത്. അതിൽ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിലൊക്കെ അദ്ദേഹം ഒരുപാട് പ്രാവീണ്യം നേടിയിട്ടുള്ളതും പ്രശസ്തനും പ്രഗത്ഭനുമായിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. ഇങ്ങനെ ഒരു സംഗീത സംവിധായകനെ വിളിച്ചു വരുത്തിയിട്ട് ഇത്രയും പ്രമുഖരായ അദ്ദേഹം മാത്രമല്ല ഒരുപാട് പേരുണ്ട്, മറ്റുള്ളവരൊക്കെ പരിഗണിച്ചു. ഇദ്ദേഹം ശ്രീ ജയരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സംഗീത സംവിധായകനാണ്. അപ്പോൾ ഈ മനോരഥങ്ങൾ എന്ന സിനിമ, ഈ ആന്തോളജിയിൽ 9 സിനിമകളുടെ കൂട്ടായ്മയിൽ ഒരു സിനിമ ജയരാജ് സംവിധാനം ചെയ്യുന്നത്. ആ സിനിമയുടെ സംഗീത സംവിധായകനാണ് ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി, മ്യൂസീഷ്യൻ. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം അവിടെ എത്തിയിട്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയോ കൃത്യമായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കുകയോ അർഹിക്കുന്ന പരിഗണന നൽകുകയോ ചെയ്യാതിരുന്നതിൻ്റെ കാരണമാണ്. കാരണം ഈ രമേശ് നാരായണനെ ജുവൽ മേരി എന്ന് പറയുന്ന അവതാരക വേദിയിലേക്ക് ക്ഷണിച്ചത് സന്തോഷ് നാരായണൻ എന്ന പേരിലാണ്. അപ്പോൾ സന്തോഷ് നാരായണൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. അപ്പോൾ ഈ ജുവൽ മേരി ഒരു നടിയും അവതാരകയാണ്, അവതാരകയുമൊക്കെയാണ്. ഇത്രയും കാലമായിട്ട് അവർ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹപ്രവർത്തകരെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് അവരുടെ കുഴപ്പം. കൃത്യമായിട്ടൊരു ചാർട്ടുണ്ടാക്കി, ഈ ചാർട്ടിൽ ഇന്നിന്ന ആൾക്ക് ഇന്നിന്ന ഓരോ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രമേശ് നാരായണന് മൊമെൻറ്റോ കൊടുക്കാനായിട്ട് ആസിഫ് അലി വിളിക്കണമെന്നില്ല. അവിടെ ജയരാജിൻ്റെ ടീമിലുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ജയരാജിനെ വിളിച്ചാൽ മൊമെൻറ്റോ കൊടുത്താൽ മതി. കൃത്യമായിട്ട് പ്ലാനും പദ്ധതി ഇല്ലാത്തതിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹം അത് ആഗ്രഹിച്ചത് അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിക്കാതെ, അദ്ദേഹത്തിൻ്റെ പേര് അനൗൺസ് ചെയ്യാതെയും അദ്ദേഹത്തിന് മൊമെൻറ്റോ കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചപ്പം വേറെ ആളുടെ പേരിൽ സന്തോഷ് നാരായണനൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ പോലെ ഒരു പ്രൊഫഷണലിന് മാനസിക നില തകരാറിലായിട്ടുണ്ടാവും. അതുണ്ടാവും, ഏതൊരു കലാകാരനും ഉണ്ടാവും. അദ്ദേഹം വൈബ്രൻ്റായിട്ടുണ്ട്, അതാണ് അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ സമനില മാറിപ്പോയതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ മറ്റുള്ളവർ മനസ്സിലാക്കാതെ ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. പക്ഷേ ആസിഫ് അലി അവിടെ ആത്മസംയമനം പാലിച്ചു. ആസിഫ് അലി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടനാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ ആത്മസംയമനം പാലിക്കുകയും പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെയറിൽ പോയിരിക്കുകയും അദ്ദേഹം ചെയ്തു. അദ്ദേഹം അവിടെ ഒന്നും പ്രതികരിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ മര്യാദ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം.
രമേശ് നാരായൺ എന്ന് പറഞ്ഞ ആ സംഗീതജ്ഞൻ്റെ സമനില അവിടെ തെറ്റിപ്പോയി. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ, മൂലകാരണം എന്ന് പറഞ്ഞാൽ ആ പരിപാടിയുടെ സംഘാടകരാണ്. വ്യക്തമായിട്ടൊരു ചാർട്ട് വേണം. ഇന്നിന്ന ആളുകൾക്ക് ഇന്നിന്ന ആളുകൾ മൊമെൻറ്റോ നൽകണം, ഇന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മൊമെൻറ്റോ നൽകണം. അങ്ങനെ ഒരു ചാർട്ട് വ്യക്തമായിട്ടുണ്ടാക്കിയിട്ട് വേണം എം ടി സാറിനെ പോലെയുള്ള ഒരാളുടെ പരിപാടിക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ വ്യക്തമായിട്ടൊരു ചാർട്ടില്ല എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ പോലെയുള്ള മഹത് താരങ്ങൾ അവിടെ പങ്കെടുത്തിരുന്നു, പ്രിയദർശൻ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ പ്രഗത്ഭരും പ്രതിഭാധനരുമായ ഒരുപാട് കലാകാരന്മാരും ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനൊരു വ്യക്തമായ ചാർട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വളരെ വേദനാജനകമായി പോയി. ഇദ്ദേഹത്തിനെതിരെ സൈബർ ബുള്ളിങ്, അതായത് രമേശ് നാരായണനെതിരെ സൈബർ ബുള്ളിങ് ഇങ്ങനെ തുടരുന്നത് കഷ്ടമാണ്. എല്ലാവരും മനസ്സിലാക്കണം, എല്ലാവരുടെയും മനസ്സ് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് മനസ്സിലാക്കി നമ്മളെന്തെങ്കിലും കേട്ട് വായിൽ കേട്ടത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കാതെ, ഈ സോഷ്യൽ മീഡിയയിലുള്ളൊരു കുഴപ്പമാണ്. ഞാനിപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ്. പരസ്പരം മനസ്സിലാക്കാനും ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനും മാനസികാവസ്ഥ മനസ്സിലാക്കാനും ശ്രമിച്ചിട്ട് നമ്മൾ ഈ സൈബർ ബുള്ളിങ് നടത്തുന്നത് ആണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ടോക്ക് ഓഫ് ദി ഡേ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.